സലഫി ആദർശപ്രകാരം സിഹർ ബാധിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ തമിഴ്നാട്ടിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ മതപണ്ഡിതൻ സൈനുൽ ആബിദീൻ അഥവാ PJ എന്ന് പറയുന്ന ഒരാൾ ഒരു പരസ്യമായ വെല്ലുവിളി നടത്തിയിട്ടുണ്ട്. അഥവാ അദ്ദേഹത്തിന് തന്നെ സിഹർ നമ്മൾ ചെയ്യുകയാണെങ്കിൽ 50,000 രൂപ പാരിതോഷികം നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് 50 ലക്ഷം രൂപയാണ് പാരിതോഷികം നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വെല്ലുവിളി, പരസ്യമായ വെല്ലുവിളി നടത്തിയിട്ടുള്ളത്. അപ്പോ സിഹറിൽ യാഥാർത്ഥ്യമില്ലേ? ഈ വെല്ലുവിളിയെ നേരിടാൻ ആരും സന്നദ്ധരാവാത്തത് എന്താണ് എന്നാണ് ചോദ്യം. സിഹറിന് യാഥാർത്ഥ്യമുണ്ടെങ്കിൽ തനിക്കെതിരെ സിഹർ ചെയ്യണമെന്നും അങ്ങനെ സിഹർ ചെയ്ത് അതിന്റെ സ്വാധീനം ഉണ്ടാകുകയാണെങ്കിൽ 50 ലക്ഷം രൂപ പാരിതോഷികം നൽകാമെന്നും ഒരാൾ വെല്ലുവിളിച്ചിട്ടുണ്ട് എന്നാണ് ചോദ്യകർത്താവ് പറഞ്ഞത്. അഥവാ അതിനർത്ഥം സിഹർ ചെയ്താൽ അയാൾ യഥാർത്ഥത്തിൽ കാഫിറായി പോകും, ശിർക്ക് ചെയ്തവനെ പോകും, നരകത്ത് പോകും. അപ്പൊ 50 ലക്ഷം തന്നാൽ ആരാ നരകത്ത് പോകാൻ തയ്യാറാകുക? ഒരുത്തം പറയാം 50 ലക്ഷം നരകത്ത് പോയി എന്ന് ചോദിക്കുന്നതിന് തുല്യമാണത്. മൻ സഹറ ഫഖദ് അശ്റക, വ്യക്തമായ ഹദീസാണ്. ആരെങ്കിലും സിഹർ ചെയ്താൽ അവൻ ശിർക്ക് ചെയ്തു. അപ്പോൾ എനിക്കെതിരെ സിഹർ ചെയ്യൂ, 50 ലക്ഷം തരാം എന്ന് പറഞ്ഞതിനർത്ഥം ഒരാൾ ഏറ്റെടുക്കണമെങ്കിൽ അയാൾ എന്താവണം? ശിർക്ക് ചെയ്യാനും നരകത്ത് പോകാനും സന്നദ്ധമാകണം. അങ്ങനെ ഒരു മുസ്ലിമീങ്ങൾ ആരെയും കിട്ടില്ല. മുസ്ലിമീങ്ങൾ ആരെയും അതിന് കിട്ടുക ഉറപ്പാണ്. 50 ലക്ഷം ദുനിയാവ് മൊത്തം തന്നാലും ശരി, നരകത്തേക്ക് പോകാൻ ആരാ തയ്യാറാകുക? തിരിച്ചാണല്ലോ ഉള്ളത്. പരലോകത്ത് എന്താ? ദുനിയാവ് മൊത്തം കൊടുത്തിട്ടെങ്കിലും നരകത്തിന് രക്ഷപ്പെടാൻ പറ്റിയെങ്കിൽ എന്നാണ് പരലോകത്തെ ആളുകളുടെ താല്പര്യമെന്ന് ഖുർആൻ പരിചയപ്പെടുന്നുണ്ട്. സ്വന്തം മക്കളെ കൊടുത്ത്, ഭാര്യമാരെ കൊടുത്ത്, കുടുംബത്തെ കൊടുത്ത് അല്ല, ഭൂമുഖത്തുള്ള എല്ലാവരെയും നൽകിയിട്ടെങ്കിലും എനിക്ക് രക്ഷപ്പെടാൻ പറ്റിയെങ്കിൽ മാത്രം ശിർക്ക് ചെയ്ത് നരകത്തിലേക്ക് വീഴാൻ പോണ മനുഷ്യർ അല്ലാതെ ചോദ്യം ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂൽ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു തആല ചോദിക്കുന്നതാണ്, ദുനിയാവ് മുഴുവൻ നിന്റേതാണെങ്കിൽ അത് മുഴുവൻ ചെലവഴിച്ചാൽ ഈ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുമെങ്കിൽ നീ ചെലവഴിക്കാൻ സന്നദ്ധമാണോ? അവൻ പറയും ബലാ യാ റബ്ബി, അതെ റബ്ബേ ഞാൻ ചെലവഴിക്കാൻ സന്നദ്ധനാണ്. അല്ലാഹു തആല പറയും, എങ്കിൽ അതിനേക്കാൾ എത്രയോ നിസ്സാരമായതാണല്ലോ ഞാൻ എന്നോട് ആവശ്യപ്പെട്ടത്. ഇനി എന്നിൽ ശിർക്ക് ചെയ്യാൻ പാടില്ല എന്നല്ലേ ആവശ്യപ്പെട്ടുള്ളൂ. പക്ഷേ എനിക്കാവട്ടെ ശിർക്ക് ചെയ്തേ മതിയാകുമായിരുന്നല്ലോ. അപ്പൊ ദുനിയാവ് മൊത്തം കൊടുത്തിട്ട് നരകത്തിന് രക്ഷപ്പെടുമെങ്കിൽ ആ ദുനിയാവ് മൊത്തം കൊടുക്കാൻ മനുഷ്യന്മാർ തയ്യാറാകും പരലോകത്ത്. അതുകൊണ്ട് 50 ലക്ഷം അല്ല 50 കോടി കാണിച്ചാലും ശരി, ഒരു ശിർക്ക് ചെയ്യാൻ ഈ മാള മനുഷ്യൻ തയ്യാറാവില്ല. സിഹ്ർ ചെയ്യാതെ പറഞ്ഞ യഥാർത്ഥത്തിൽ പിശാചിനെ പൂജിക്കലാണ്, പിശാചിനെ പ്രീതിപ്പെടുത്തലാണ്. അതുവഴി ആ പിശാചിന്റെ ഉപദ്രവങ്ങളെ അവൻ ഏറ്റെടുത്ത് അതിലൂടെ ചില ആളുകളെ ഉപദ്രവിക്കാനുള്ള വഴിയാണ് സിഹർ. അതിനർത്ഥം സിഹർ ചെയ്ത എല്ലാവരും ഒരു ഉദ്ദേശം പോലെ തന്നെ എല്ലാം നടക്കണം എന്നല്ല. സിഹറിൽ സാഹിറിനെ സഹായിക്കുന്നത് ശൈത്താനാണ്. സിഹർ പഠിപ്പിക്കുന്ന ഒന്നാമത്തെ ഉസ്താദ് ശൈത്താനാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ പറഞ്ഞു, വലാകിന്ന ശയാത്തിന കഫറു യുഅല്ലിമൂന അന്നാസ സിഹർ. പിശാചുക്കൾ ജനങ്ങളെ സിഹർ പഠിപ്പിക്കുന്നു. പിശാചുക്കൾ ജനങ്ങളെ സിഹർ പഠിപ്പിക്കുന്നു. അപ്പൊ സിഹർ പഠിപ്പിക്കുന്ന ഉസ്താദ് യഥാർത്ഥത്തിൽ ശൈത്താനാണ്. ആ ശൈത്താനിൽ നിന്ന് സിഹർ പഠിച്ചവർ അവർ താവഴിയായി പരമ്പരയായി തങ്ങളുടെ ശിഷ്യന്മാർക്ക് കൈമാറി കൊടുക്കുന്നു. അതാണ് ഇജാസത്ത് പ്രകാരം ചികിത്സിക്കുന്നത്. ചില മുസ്ലിയാക്കന്മാരെ നോട്ടീസ് കാണാം. ചില ചികിത്സാലികൾ അങ്ങനെ ആ പരസ്യം കൊടുക്കുക, ഇജാസത്ത് പ്രകാരം ചികിത്സിക്കുന്നു. ആ ഇജാസത്ത് ശൈത്താനിയത്താണ്. അതുകൊണ്ടാണ് സിഹർ ചെയ്താൽ ശിർക്ക് ചെയ്തു എന്ന് പറഞ്ഞത്. ശരിയായ സിഹർ ചെയ്യണമെങ്കിൽ ശിർക്ക് ചെയ്തേ പറ്റൂ, പിശാചിനെ പൂജിച്ചേ പറ്റൂ. അതാണ് ശരിയായ സിഹർ. പിന്നെ സിഹർ തട്ടിപ്പുണ്ട്. ശൈത്താനെ പറ്റിക്കുന്ന ശൈത്താന്മാര് മനുഷ്യന്മാരുടെ കൂട്ടത്തിലുണ്ട്. ഓന് സിഹറും അറിയില്ല, ഒന്നും അറിയില്ല. തൽക്കാലം ചപ്പടി പറ്റി ഒപ്പിച്ച് കോഴിമുട്ടയോ കരിക്കൊക്കെ എഴുതി കൊടുത്ത് മറ്റവനെ കാശ് വാങ്ങി പോണ തട്ടിപ്പുകാര് ഓരോ അതിൽ തട്ടിപ്പെടുത്തും. ഓ ശൈത്താനെ പൂജിക്കുന്ന പ്രീതിപത്രമുണ്ടാവില്ല, തൽക്കാലം ആ പേരിൽ ഒരു തട്ടിപ്പ്. അപ്പൊ ശൈത്താൻ ചെയ്യും, ആയിക്കോട്ടെ അങ്ങനെയെങ്കിലും നാലാള് പഴിച്ചു പോയിക്കോട്ടെ എന്നെനിക്ക് ഒരു പക്ഷേ സപ്പോർട്ട് ചെയ്തേക്കാം. അത് തട്ടിപ്പൻ സിഹറാണ്. ഒറിജിനൽ സിഹർ ശൈത്താനെ പ്രീതിപ്പെടുത്തി അവന്റെ നിർദ്ദേശപ്രകാരം പ്രവർത്തിച്ച് ആളുകളെ ശിർക്കിന്റെ വഴിയിൽ കൊണ്ടുപോയി നരകത്തിലേക്ക് എത്തിക്കാനുള്ള പണിയാണ് സിഹർ. അതുകൊണ്ടാണ് ആരെങ്കിലും സിഹർ ചെയ്താൽ അവൻ ശിർക്ക് ചെയ്തു. അതുകൊണ്ട് എത്ര ലക്ഷം ആരും ഓഫർ ചെയ്താലും ശരി, ശിർക്ക് ചെയ്യാനും അതുവഴി നരകത്തിൽ പോകാനും ഒരാളും ശ്രദ്ധമല്ല. ആ ധൈര്യം കൊണ്ട് നിങ്ങൾക്ക് സിഹർ ചെയ്തോളി വെല്ലുവിളിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് വെല്ലുവിളിച്ച് നടക്കാന്നല്ലാതെ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർക്കിടയിൽ സിഹറിന്റെ യാഥാർത്ഥ്യവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം തന്നെ ഇല്ല എന്ന് പറയാം. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഹദീസിൽ ധാരാളം സ്ഥിരപ്പെട്ട് വന്നിട്ടുണ്ട്. ആ ഹദീസും ആയത്തുകളും വിശദീകരിച്ച പണ്ഡിതന്മാരെ മുഴുവനും അത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുമുണ്ട്.
സിഹറിന്റെ യാഥാർത്ഥ്യമുണ്ട്, ഹഖീഖത്തുണ്ട്, തഅ്സീറുണ്ട് എന്ന വിഷയത്തിൽ അഹ്ലുസുന്നയിൽ പക്ഷാന്തരമില്ല. എന്ന് മാത്രമല്ല, മുഅ്തസിലിയാക്കളായ പിഴച്ച ചിന്താഗതിക്കാരാണ് സിഹറിനെ നിഷേധിച്ചവർ, ആ വഴി സ്വീകരിച്ചത് അതിന്റെ പിന്മുറക്കാരുമാണ്. അല്ലാതെ അഹ്ലുസുന്ന സിഹറിന് യാഥാർത്ഥ്യമില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഇത് നിഷേധിച്ചവരെ എതിർക്കുകയും വിമർശിക്കുകയുമാണ് അഹ്ലുസുന്ന പണ്ഡിതന്മാർ നിർവഹിച്ചിട്ടുള്ളത് എന്ന് കൂടി കാണാൻ കഴിയും. വിശുദ്ധ ഖുർആൻ തന്നെ സിഹറുമായി ബന്ധപ്പെട്ട് പരിചയപ്പെടുത്തിയത് വമാഹും ബിളാദിന ബിഹി മിൻ അഹദിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്, അല്ലാഹുവിന്റെ അനുമതി പ്രകാരമല്ലാതെ ഉപദ്രവം ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അർത്ഥം എന്താണ്? അല്ലാഹുവിന്റെ അനുമതി പ്രകാരം ഉപദ്രവം ചെയ്യാൻ കഴിയുമെന്നാണല്ലോ. അത് ഏതാ അനുമതി? അതാണ് കാര്യകാരണ ബന്ധം. അതാണ് കാര്യകാരണ ബന്ധം. ചെയ്തോ എന്ന് അല്ലാഹ് അനുവാദം കൊടുക്കല്ല, ചെയ്തോ എന്ന് അനുവാദം കൊടുക്കല്ല. രണ്ടു തരം ഇതിനുണ്ട്. മൻ ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി എന്ന ഇതിന് വേറെയാണ്, ഈ ഇതിന് വേറെയാണ്. ആരുണ്ട് ശുപാർശ ചെയ്യാൻ പരലോകത്ത് ഇല്ലാ ബിഇദ്നിഹി, അല്ലാഹുവിന്റെ അനുമതി ഇല്ലാതെ? അവിടെ എന്താ അനുമതി? അല്ലാഹു പ്രത്യേകം ഓർഡർ കൊടുക്കണം, നീ ചെയ്തോ. ഇവിടെ ഇല്ലാ ബിഇദ്നിഹി എന്ന് പറഞ്ഞ സിഹറുമായി ബന്ധപ്പെട്ട ആയത്തിൽ ഇദ്നിഹി എന്നുള്ളത് ആ അനുവാദമല്ല, മറിച്ച് പ്രാപഞ്ചികമായ ഇതിന്. കത്തി കൊണ്ട് വെട്ടിയാൽ മുറിവേൽക്കുക എന്നത് അല്ലാഹുവിന്റെ ഇതിനാണ്. ഭക്ഷണം കഴിച്ചാൽ വിശപ്പ് മാറുക അല്ലാഹുവിന്റെ ഇതിനാണ്. അതൊരു പക്ഷേ ഹറാമായ ഭക്ഷണം കഴിച്ചാലും വിശപ്പ് മാറും, ചെയ്യാൻ പാടില്ലാതെ ഉള്ളൂ. അവിടെ ശർഈയായ ഇതിനില്ല, എന്നാൽ കൗനിയായ ഇതിനുണ്ട്. ഒരാളെ വിശന്ന് പിടിഞ്ഞപ്പോ ഒരാള് മദ്യെടുത്ത് കഴിച്ചു, അയാൾക്ക് തൽക്കാലം ആശ്വാസം കിട്ടും. എന്തുകൊണ്ട്? അത് റബ്ബ് നിശ്ചയിച്ച പ്രാപഞ്ചികമായ വ്യവസ്ഥയാണ്. ഇത് ചെയ്യാൻ പാടുള്ളൂ ഇല്ല. എന്തുകൊണ്ട്? മതപരമായ അനുവാദമില്ല. വ്യഭിചരിച്ചാലും സന്താനമുണ്ടാകും. എന്തുകൊണ്ട്? അത് പ്രപഞ്ചത്തിൽ അല്ലാഹു നിശ്ചയിച്ച ഇതിനാണ്, പ്രാപഞ്ചികമായ വ്യവസ്ഥയാണ്. എന്നാൽ അത് പാടില്ല. എന്തുകൊണ്ട്? ശർഈയായി അംഗീകരിക്കപ്പെട്ടിട്ടില്ല. എന്നതുപോലെ പിശാചുകൾക്ക് അല്ലാഹു നിശ്ചയിച്ചു കൊടുത്ത പ്രാപഞ്ചിക വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥയുടെ ഉള്ളിൽ നിന്നുകൊണ്ടല്ലാതെ ഒരു ഉപദ്രവം ചെയ്യാൻ അവർക്ക് സാധ്യമല്ല. വമാഹും ബിളാദിന ബിഹി മിൻ അഹദിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്. ജാഹിലിയ്യ കാലത്ത് ആളുകൾ വിശ്വസിച്ചിരുന്നത് തിരിച്ചായിരുന്നു. ജാഹിലിയ്യ കാലത്ത് ആളുകൾ വിശ്വസിച്ചിരുന്നത് സിഹർ ചെയ്യുന്ന ആളുകൾക്ക് അപ്രമാദിത്വമുണ്ട്, ദിവ്യശക്തിയുണ്ട്, അവബോധിക കഴിവുണ്ട്, അതുകൊണ്ട് അവർക്ക് ഇവിടെ പലതും ചെയ്യാൻ കഴിയും എന്നവർ വിശ്വസിച്ചു. അത് ശരിയല്ല, അവർക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ല. അവർ ചെയ്യുന്ന പണികളോ അത് ഇല്ലാ ബിഇദ്നില്ലാഹ്, ഈ വ്യവസ്ഥക്കുള്ളിൽ നിന്നുകൊണ്ടല്ലാതെ അവരൊന്നും ചെയ്യുന്നില്ല. ഐ ഇല്ലാ ബിഖലാ ഇല്ല, അല്ലാഹുവിന്റെ ഖലാ, അവന്റെ വിധി, അതനുസരിച്ചല്ലാതെ അവർക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. എന്നാൽ അവരിൽ നിന്ന് പഠിക്കുന്ന ആ വിദ്യ പ്രകാരം വയതഅല്ലമൂന മാ യദുറുഹും വലാ യൻഫഉഹും, ഉപദ്രവം ഉണ്ടാക്കുന്നതിനെ അവർ പഠിക്കുന്നു, ഉപകാരമില്ലാത്തതിനെ. ഉപദ്രവം ഉണ്ടാക്കുന്നതിനെ അവർ പഠിക്കുന്നു, ഉപകാരമില്ലാത്തതിനെ. വ്യാഖ്യാനങ്ങളിൽ കാണാം ഉപകാരമുണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ടാ ഉപകാരമില്ലാത്തതെന്ന് പറഞ്ഞത്? ഉപകാരമുണ്ടെങ്കിൽ പോലും ആ ഉപകാരവും യഥാർത്ഥത്തിൽ അവർക്ക് ഉപദ്രവമാണ്. ആ ഉപകാരവും യഥാർത്ഥത്തിൽ ഉപദ്രവമാണ്. കാരണം എന്താ? ശിർക്കാണ്, നരകത്തിലേക്കുള്ള വഴിയാണ്. അതുകൊണ്ട് ആത്യന്തികമായി അത് ഉപകാരമല്ല, അതും ഉപദ്രവം തന്നെയാണ്. അതുകൊണ്ടാണ് വലാ യൻഫഉഹും എന്ന് പ്രത്യേകം പറഞ്ഞത്. ഇബ്നു കസീർ പറയാണ് അയദുറുഹും ഫീ ദീനിഹിം വലൈസ ലഹു നഫഉൻ യുവാസി ദററഹു, ദീനിൽ അവർക്ക് ഉപദ്രവമുള്ളതാണത് എന്നാണ് വിശദീകരണം നൽകപ്പെട്ടത്. അതുകൊണ്ട് സിഹറിന് യാഥാർത്ഥ്യമുണ്ട്, വിശുദ്ധ ഖുർആൻ അംഗീകരിച്ചതാണ്, ഹദീസിൽ സ്ഥിരപ്പെട്ടതാണ്. ആയത്തും ഹദീസും വിശദീകരിച്ച അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ ഒരേ സ്വരത്തിൽ അത് സ്ഥാപിച്ചതുമാണ്. മുഅ്തസിലിയാക്കളാണ് അത് ഇല്ല എന്ന് നിഷേധിക്കാൻ രംഗത്ത് വന്നവർ. അതിന് ബിദ്അത്തിന്റെ ആളുകളായി പോലും ഈ ഒറ്റ വിഷയം കൊണ്ട് പോലും അത് ബിദ്അത്തിന്റെ വാദമാണ് എന്ന് പോലും വിശദീകരിച്ച പണ്ഡിതന്മാരെ നമുക്ക് ലോകത്ത് കാണാൻ കഴിയുമെന്നാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്.